ഞാൻ ഇന്ന് അരിഞ്ഞു വറക്കുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ സംഭവം ചെറുതായിട്ടൊന്ന് കുളമായി. കാര്യം എൻ്റെ ഫ്രണ്ട് അഖിലിനെയും അവൻ്റെ വൈഫിനെയും കൂടി വിരുന്ന് വിളിച്ച ദിവസമായിരുന്നു. അവർ കൃത്യസമയത്ത് തന്നെ എത്തി. പക്ഷേ എൻ്റെ ഈ ഓട്ടത്തിനിടയിൽ അവർ വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്ത് പറയാൻ, അവർ രണ്ടുപേരെ നന്നായിട്ട് പോസ്റ്റാക്കി. എൻ്റെ മിക്ക ഫ്രണ്ട്സിൻ്റെ കല്യാണം കഴിയുമ്പോഴും വിരുന്ന് വിളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന അഖിലിനെയും വൈഫിനെയും വിരുന്ന് വിളിച്ചപ്പോൾ നല്ല രീതിയിൽ പോസ്റ്റാക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ വെള്ളം തിളച്ചപ്പോഴേക്കും കുതിർത്ത് വെച്ച അരി അങ്ങ് ചേർത്ത് കൊടുത്തു. ഈ അരി വേവുന്ന സമയം കൊണ്ട് വേണം ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഈ ചിക്കനും കൂടെ വേവാനുള്ള സമയത്ത് ബാക്കിയുള്ള സലാഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. ഈ വെപ്രാളത്തിനിടയിൽ വീഡിയോ എടുക്കാൻ പോലും മറന്നുപോയി. ഏതായാലും ഇത്രയും ലേറ്റായി. എന്നാൽ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇഡ്ഡലി കുട്ടുവത്തിൽ ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. ഭാഗ്യവശാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ദം ബിരിയാണി റെഡിയായി. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കരിഞ്ഞ ബിരിയാണി കൊടുക്കേണ്ടി വന്നേനെ. അങ്ങനെ ഇപ്പോൾ രണ്ടുപേർക്കും കഴിക്കാൻ കൊടുത്തു. ഇനിയിപ്പോൾ അവർ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാതെ എനിക്ക് സമാധാനം കിട്ടില്ല. കഴിച്ചു നോക്കിയിട്ട് രണ്ടുപേരും കൂടി പറഞ്ഞത് ബിരിയാണിയാണോ കുഴിമന്തിയാണോ എന്ന് ഇതുവരെ മനസ്സിലായില്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു. ഇന്നും മിക്കപ്പോഴും ഉള്ളതുപോലെ ആദ്യം കഴിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഗുളിയുള്ളത് കൊണ്ട് കൂടെ ഇരുത്തി കഴിപ്പിക്കേണ്ടി വന്നു. പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വിരുന്ന് വിളിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈ ചരുവം, വിളക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. എനിക്ക് ആകെ കൊടുക്കാൻ പറ്റിയത് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരെയും സന്തോഷമായിട്ട് യാത്ര അയച്ചു. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.